നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. ഞാൻ അതിൻ്റെ 1-ാം വാക്യവും 18 മുതലുള്ള വാക്യങ്ങളും വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം ചെയ്യിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകെ കൊണ്ടും അവർക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. നാം പുതിയ നിയമ പഠനത്തിലേക്ക് കടക്കുകയാണ്. യേശുവിന്റെ ജനനത്തെയും ശുശ്രൂഷയെയും ഉപദേശങ്ങളെയും മരണ പുനരുത്ഥാനങ്ങളെയും കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് പുതിയ നിയമത്തിലെ ആദ്യ 4 പുസ്തകങ്ങൾ. അവ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നു. യേശു ഉപദേശിച്ച കാലത്ത് അവ ആരും രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ യേശുവിന്റെ സ്വർഗാരോഹണ ശേഷം പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്ന് സുവിശേഷീകരണത്തിന് അപ്പോസ്തലന്മാരെ സഹായിച്ചു. അങ്ങനെ സഭ രൂപപ്പെട്ടു. ആ സഭകളുടെ ആത്മീക അഭിവൃദ്ധിക്കായിരുന്നു സുവിശേഷ രചനയ്ക്ക് പരിശുദ്ധാത്മാവ് സഹായിച്ചത്. 4 സുവിശേഷങ്ങളിൽ 2 ദൃക്സാക്ഷികളായ അപ്പോസ്തലന്മാരാണ് എഴുതിയത്. മത്തായിയും യോഹന്നാനും അപ്പോസ്തലന്മാരായിരുന്നു. എന്നാൽ 2 അവരുടെ സഹകാരികളെ കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എഴുതിച്ചത്. മർക്കോസും ലൂക്കോസും അപ്പോസ്തലന്മാരായിരുന്നില്ല. അവർ അപ്പോസ്തലന്മാരുടെ സഹകാരികൾ ആയിരുന്നു. യഹൂദന്മാരിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരെ ധൈര്യപ്പെടുത്തുവാനുള്ള ലക്ഷ്യത്തിൽ യേശു സംസാരിച്ച എബ്രായ ഭാഷയിലാണ് മത്തായി ആദ്യ സുവിശേഷ രചന നിർവഹിച്ചത് എന്ന് കരുതപ്പെടുന്നു. യേശുവിനെ ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്ന രാജാവായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് മത്തായി എഴുതിയ സുവിശേഷം. രാജാവിനെ കുറിച്ച് എഴുതുമ്പോൾ വംശാവലി അത്യാവശ്യമാണ്. അബ്രഹാമിനോടും ദാവീദിനോടും ദൈവം അവരുടെ വംശാവലിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വരുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാരംഭിച്ചത്. വംശാവലി എഴുതുമ്പോൾ ആദാം തുടങ്ങിയല്ലേ എഴുതേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാൻ വരുന്ന രാജാവാണ് എന്ന് പ്രധാനമായി യഹൂദന്മാരെ ബോധ്യപ്പെടുത്തുവാൻ എഴുതിയത് കൊണ്ട് അബ്രഹാമിനോടും നൂറ്റാണ്ടുകൾക്ക് ശേഷം ദാവീദിനോടുമാണ് അവരുടെ വംശത്തിൽ മശിഹ വരും എന്ന് ദൈവം പറഞ്ഞത്. അതുകൊണ്ടാണ് യേശുവിനെ അബ്രഹാമിന്റെ പുത്രൻ അല്ലെങ്കിൽ അബ്രഹാമിന്റെ വംശത്തിൽ ജനിക്കുന്ന രാജാവെന്നും ദാവീദ് പുത്രൻ അല്ലെങ്കിൽ ദാവീദിന്റെ വംശത്തിൽ ജനിക്കുന്ന രാജാവ് എന്നും വിളിക്കപ്പെടുന്നത്. 1-ാം അധ്യായത്തിൽ 42 തലമുറകളുടെ കാര്യം പറയുന്നുണ്ട്. അതെല്ലാം ജനിപ്പിച്ചു എന്നാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെ ജനിപ്പിച്ചു. അതിൽ യഹൂദയിൽ നിന്നും ആണ് ഈ വംശാവലി തുടർന്ന് വരുന്നത്. എന്നാൽ യേശുവിന്റെ കാര്യം പറയുമ്പോൾ അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു
യേശു ജനിക്കാൻ ആഗ്രഹിച്ചു. യേശു ആരിൽ നിന്ന് ജനിക്കണം? ആ സ്ത്രീയെ തെരഞ്ഞെടുത്തു. തീർച്ചയായിട്ടും ബൈബിളിലെ പല പ്രവചനങ്ങളും നിവർത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനത്തിൽ 7-ാം അധ്യായത്തിലുള്ള പ്രവചനം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, പുരുഷബന്ധമില്ലാതെയായിരിക്കും. സ്വർഗത്തിലെ ദൈവം ഒരു അണുവോളം ചെറുതായി ഒരു കന്യകയുടെ ഗർഭാശയത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ചില ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസ പ്രമാണത്തിലൊക്കെ പറയുന്നത് യേശു കന്യകമറിയാമിൽ നിന്ന് ജഡം അല്ലെങ്കിൽ ശരീരം സ്വീകരിച്ചു എന്നാണ്. യേശു കന്യകമറിയാമിൽ നിന്ന് ശരീരം സ്വീകരിച്ചിട്ടില്ല, രക്തവും സ്വീകരിച്ചിട്ടില്ല. യേശുവിൻ്റെ രക്തം പുണ്യാഹ രക്തമാണ്. യേശുവിൻ്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവുമേറിയ കൂടാരമാണ്. മറിയയിൽ നിന്ന് ശരീരം എടുത്തിരുന്നെങ്കിൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതാണ്. മറിയ മണ്ണുകൊണ്ട് ഉള്ള ഒരു സ്ത്രീയാണല്ലോ, ആദാമിൽ നിന്നുള്ളതാണല്ലോ. യേശുവിന്റെ ശരീരം മണ്ണുകൊണ്ടായിരുന്നില്ല. യേശു പറഞ്ഞു, നിങ്ങൾ മണ്ണിൽ നിന്ന്, ഭൂമിയിൽ നിന്നുള്ളവർ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവർ. ഒന്നാം മനുഷ്യനായ ആദാം, അവൻ മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ഒടുക്കത്തെ ആദാമായ യേശു സ്വർഗീയനായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളൊക്കെ ഭൗമികർ, ഞാൻ സ്വർഗീയൻ. നിങ്ങൾ ഭൂമിയിൽ നിന്നുണ്ടായവർ, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവൻ. അപ്പോൾ കർത്താവായ യേശു, ദൈവമായ യേശു തന്റെ സർവജ്ഞാനത്തിൽ, സർവശക്തിയിൽ ചെറുതായി ഒരു കന്യകയുടെ ഗർഭത്തിലേക്ക്, പ്രത്യേകിച്ച് യഹൂദ നാട്ടിൽ ജനിക്കുവാൻ, അബ്രഹാമിന്റെയും ദാവീദിന്റെയും വംശത്തിൽ ജനിക്കുവാൻ ആഗ്രഹിച്ച് ഒരു വേദന അനുഭവിക്കുന്ന, നരകം അനുഭവിക്കുവാൻ, ഒരു ശരീരം സ്വീകരിക്കുവാൻ ആണ് അവിടുന്ന് കന്യകയുടെ ഗർഭാശയത്തിലേക്ക് വരുവാൻ ഇടയായത്. അതുകൊണ്ടാണ് ഈ മണ്ണിന്, കല്ലറയ്ക്ക് യേശുവിനെ പിടിച്ചടക്കുവാൻ സാധിക്കാതെ പോയത്. യേശു 3-ാം നാൾ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റത്. യേശുവിൻ്റെ ജനനം ഒരു ഐതിഹ്യമല്ല, ഒരിടത്തൊരിടത്ത് പണ്ട് എന്നല്ല, അത് ചരിത്ര വസ്തുതയാണെന്നുള്ളത് ഈ അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. കാരണം ഇവരിൽ അനേകരെ ലോകത്തിന് പരിചയമുണ്ട്. ശലോമോൻ എന്ന ജ്ഞാനിയെ ലോകത്തിന് അറിയാം, മഹാനായ ദാവീദിനെ അറിയാം. അപ്പോൾ ചരിത്രത്തോട് ഏറ്റവും നിരക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജനനം. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ ഇമ്മാനുവേലായിട്ടാണ് യേശു വന്നത്. ദൈവം നമ്മോടുകൂടെ. ശരിയാണ്, യേശുക്രിസ്തു തന്റെ അനിതര സാധാരണമായ അത്ഭുതങ്ങളാൽ, മനുഷ്യർക്ക് സാധ്യമായ അത്ഭുതങ്ങളാൽ ദൈവമാണെന്ന് തെളിയിച്ചു. പവിത്രമായ ജീവിതത്താൽ ദൈവമാണെന്ന് തെളിയിച്ചു. യേശു ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് വന്നത്. പലരും വിചാരിക്കുന്ന യേശു പാപികളോട് ക്ഷമിക്കാനാണ്. കള്ളുകുടിയനോടും കുടിക്കാത്തവരോടും, കൊലപാതകനോടും കൊല ചെയ്യപ്പെട്ടവനോടും, ബലാത്സംഗം ചെയ്തവനോടും ബലാത്സംഗം ചെയ്യപ്പെട്ടവരോടും, മോഷ്ടിച്ചവരോടും മോഷ്ടിക്കപ്പെട്ടവരോടും, ചൂഷിതരോടും ചൂഷണം ചെയ്യപ്പെട്ടവരോടും എല്ലാവരോടും ക്ഷമിക്കുക. യേശു അതിനല്ല വന്നത്. യേശു വന്നത് രക്ഷിക്കാൻ എന്ന് പറഞ്ഞ രക്ഷാമാർഗം ഒരുക്കാനാണ്. മനുഷ്യന്റെ നരകം നമുക്ക് പകരം അനുഭവിക്കാനാണ്. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ നമുക്ക് പകരം അനുഭവിക്കാനാണ് യേശു വന്നത് എന്നാണ് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷിതാവ് എന്നാണ്, അല്ലാതെ ക്ഷമിക്കുന്നവൻ എന്നല്ല. രക്ഷിതാവ് ആയത് യേശു രക്ഷാമാർഗം ഒരുക്കിയതുകൊണ്ടാണ്. കുരിശിലാണ് യേശു രക്ഷാമാർഗം ഒരുക്കിയത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ശിക്ഷ യേശു അവിടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം ലോകചരിത്രത്തിൽ ഒരിക്കൽ എന്നേക്കുമായി മനുഷ്യാവതാരം ചെയ്തു. അതാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. യോസേഫിനോട് പറഞ്ഞു, നീ അവന് യേശു എന്ന് പേരിടണം. ഇന്നുള്ള സകല ആളുകളോടും ദൈവം പറയുന്നത്, നീ അവന് യേശു എന്ന് പേരിടണം, നീ അവന് രക്ഷിതാവ് എന്ന് പേരിടണം, അല്ലെങ്കിൽ നീ അവനെ രക്ഷിതാവേ എന്ന് വിളിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.